ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മഹത്വമുള്ള വിശ്രമസ്ഥലം, അതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. മഹത്വമുള്ള വിശ്രമസ്ഥലം, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. മഹത്വമുള്ള വിശ്രമസ്ഥലം. ഒന്ന്, ക്രിസ്തുവിൻ്റെ പാദപീഠം മഹത്വമുള്ള വിശ്രമസ്ഥലമാണ്. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. മഹത്വമുള്ള വിശ്രമസ്ഥലം. 2, യഹോവ നിൻ്റെ കഠിന ദാസ്യം മാറ്റും, യഹോവ നിൻ്റെ കഷ്ടത മാറ്റും, യഹോവ നിൻ്റെ വ്യസനം മാറ്റും, യഹോവ നിനക്ക് വിശ്രമം തരും. ദാസ്യം മാറുമ്പോൾ വിശ്രമം, അടിമത്വം മാറുമ്പോൾ വിശ്രമം, പൈശാചികൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ വിശ്രമം. 3, യെശയ്യാപ്രവചനം 11 അധ്യായം 10 അന്നാളിൽ വംശങ്ങൾക്കുടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഇശ്ശായിയുടെ പേര് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്രമസ്ഥലമായി കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. 4, രൂത്തിന്റെ പുസ്തകം 3 അധ്യായം 1 നാം കണ്ടത് നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്കിവിടെ കാണാം. മോവാബിൽ വെച്ചാണ് രൂത്ത് ഈ നവോമിയുടെ മരുമകളായി തീർന്നത്. മോവാബ് കലഹദേശമാണല്ലോ, അന്യ ജാതിക്കാർ വാഴുന്ന സ്ഥലമാണല്ലോ. അവിടെ വെച്ചാണ് രൂത്ത് നവോമിയുടെ മരുമകളായി തീർന്നത്. രൂത്തിൻ്റെ ഭർത്താവ് മരിച്ചു, നവോമിയുടെയും ഭർത്താവ് മരിച്ചു. അമ്മായിയമ്മയും മരുമകളും 2 വിധവമാർ. എന്നാൽ രൂത്തിൻ്റെ കൂട്ടുകാരിയായ ഒർപ്പ വിധവയായി തീർന്നപ്പോൾ മോവാബിലേക്ക് മടങ്ങിപ്പോയി. രൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു. നിന്നെ വിട്ട് ഞാൻ പോവുകയില്ലെന്ന് പറഞ്ഞു. നല്ല കനത്ത തീരുമാനമായിരുന്നു. നിന്നെ വിട്ട് ഞാൻ പോവുകയില്ല, നിന്നോട് വരുന്നതിന് നീ എന്നെ വിലക്കരുത്, പോരണ്ടായതിനോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. വളരെ സുശക്തമായ ഒരു തീരുമാനമായിരുന്നു രൂത്തിൻ്റെ തീരുമാനം. എന്തായിരുന്നു അതിന് യൂത്തിനെ പ്രേരിപ്പിച്ചത്? ഈ അമ്മായിയമ്മയ്ക്ക് ഒരു തണൽ കൊടുക്കണമെന്ന് രൂത്തിന് തോന്നി. പ്രായമായ വിധവയായ അമ്മായിയമ്മ, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്നാൽ ആവോളം ഒരു കുളിർമ കൊടുക്കണമെന്ന് രൂത്തിന് തോന്നി. അതൊരു വളരെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് കേട്ടോ. അമ്മായിയമ്മയ്ക്ക് ഒരു തണൽ കൊടുക്കണമെന്ന് തോന്നുക, അമ്മായിയമ്മയ്ക്ക് ഒരു വിശ്രമം കൊടുക്കണമെന്ന് തോന്നുക. മനസ്സിന് വിശ്രമം കൊടുക്കണം, ഹൃദയത്തിന് വിശ്രമം കൊടുക്കണം, ജീവിതത്തിൽ വിശ്രമം കൊടുക്കണം, ജീവിതത്തിൽ സമാധാനം കൊടുക്കണം. വേറെ സമാധാനത്തിന് വഴിയൊന്നുമില്ല. ആരുണ്ട് സഹായിക്കാൻ? ഭർത്താവ് മരിച്ചു, 2 ആൺമക്കളുണ്ടായിരുന്നു, അവർ മരിച്ചു. ആരുണ്ട് പിന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ വിധവയായ അമ്മായിയമ്മയെ താങ്ങാൻ ഈ യുവതിയായ വിധവ തയ്യാറായി, രൂത്ത് തയ്യാറായി. അതാണ് ഞാൻ പറഞ്ഞത് അല്പം ശ്രദ്ധേയമാണെന്ന്. ഇന്ന് അനേകം കുടുംബങ്ങളിലും അമ്മായിയമ്മയെ കരുതാൻ മരുമക്കൾ കഴിയാറില്ല. അമ്മായിയമ്മയുടെ ഹൃദയത്തിൻ്റെ ഉൾത്തിങ്ങൽ കാണാൻ മരുമകൾക്ക് കഴിയാറില്ല. അമ്മായിയമ്മയുടെ ഹൃദയത്തിൻ്റെ വിഷാദഭാവം ഒന്ന് സ്വാംശീകരിക്കാൻ, സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ മരുമകൾക്ക് സാധിക്കാറില്ല. സഹോദരങ്ങളെ, ശരിയല്ലേ? ഉള്ളഴിഞ്ഞ് അമ്മായിയമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പരാതികൾ കാണും, ശരിയാണ്, ന്യായങ്ങൾ പറയാൻ കാണും. അമ്മായിയമ്മയ്ക്ക് ദേഷ്യം കൂടുതലാണ്, അമ്മായിയമ്മയ്ക്ക് വഴക്കാണ്, ഞാൻ എന്ത് ചെയ്താലും തൃപ്തിയാവില്ല, എന്നോട് ഒട്ടും ഇഷ്ടമില്ല, എൻ്റെ സന്തോഷം അമ്മായിയമ്മയ്ക്കൊരു വിഷയമല്ല, ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒരുമിച്ച് സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ഭർത്താവും കൂടി എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ല, അമ്മായിയമ്മയ്ക്ക് എപ്പോഴും എന്നെ കുറ്റം പറയാനേ നേരമുള്ളൂ, എന്നെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമില്ല, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്താലും അമ്മായിയമ്മയ്ക്ക് ഇഷ്ടാവില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ കാണും, സ്വാഭാവികമാണ്. പക്ഷേ
രൂത്ത് അതിനൊരു അപവാദമാണ്. അപവാദം വെച്ചാൽ അതിന് എക്സെപ്ഷനാണ്. എന്താണ് രൂത്തിൻ്റെ പ്രത്യേകത? രൂത്ത് വിധവയായ വൃദ്ധയായ അമ്മായിയമ്മയെ താങ്ങണമെന്ന് തീരുമാനിച്ചു. അവൾ അമ്മായിയമ്മയോട് പറ്റി നിന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യമാകണ്ടേ? നമ്മുടെ കുടുംബങ്ങൾ സമാധാനമാകണ്ടേ? ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാണോ? സ്വർഗീയ സന്തോഷം അവിടെ ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മനസ്സുണ്ടോ? ചില പരാതികൾ, ചില പരിഭവങ്ങൾ, ചില വിങ്ങിപ്പൊട്ടലുകൾ, ചിലപ്പോൾ ചില നീറ്റലുകൾ, ചിലപ്പോൾ ചില പേർവെറുപ്പുകൾ ഇല്ലേ? പലതും നിങ്ങളുടെ കുടുംബത്തിലില്ലേ? ഞാനൊരു സംഭവം വായിച്ചു. അല്പം രസകരമായ സംഭവമാണ്. അങ്ങനെ നടന്നതാണെന്ന് പറ്റി അറിഞ്ഞുകൂടാ. ഒരു സംഭവം, അത് ഒരു നല്ല വീട്, സമ്പന്നമായ വീട്, ഒന്നിനും കുറവില്ലാത്ത വീട്. ആ വീട്ടിൽ അമ്മ വിധവയാണ്, മരുമകളുണ്ട്, ഭർത്താവുമുണ്ട്. വിവാഹമൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടന്നത്. കാരണം ഇഷ്ടംപോലെ പൈസയുണ്ട്, സ്വത്തുണ്ട്, വലിയ ഗംഭീരമായ സദ്യ, ധാരാളം ആളുകൾ, നാട്ടിലുള്ള പ്രമാണിമാരെല്ലാവരും വന്ന സദ്യ, ഗംഭീരമായ ഒരു കല്യാണം, വിവാഹ മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇത്ര ആർഭാടമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ഏതാനും ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷേ അമ്മയും മരുമകളും തമ്മിൽ ചേരില്ല. അമ്മ എപ്പോഴും ഈ മരുമകളുടെ കുറ്റം പറയുള്ളൂ. പെൺകുട്ടി വിഷമിച്ചു. അമ്മയെക്കൊണ്ട് തോറ്റു എന്നവൾ പറഞ്ഞു. എൻ്റെ അമ്മയെക്കൊണ്ട് ഞാൻ തോറ്റു. പക്ഷേ അവളുടെ വീട്ടിൽ ചെന്നതൊന്നും പറയാറില്ല. വളരെ അടുപ്പമുള്ള കൂട്ടുകാരോട് പറയും, അമ്മയുടെ കാര്യം കഷ്ടമാണ്, ഒരു സ്നേഹമില്ല, എന്നോട് ഒരടുപ്പവുമില്ല, എന്തൊരു ഹൃദയം. ക്രമേണ അവളുടെ മനസ്സ് വാടി, ശരീരവും വാടി. പെട്ടെന്ന് അവൾക്ക് മുഖമെല്ലാം അങ്ങ് മങ്ങി, തളർച്ചയായി. ഒരു ദിവസം അവളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്നാ പറ്റി? എന്തൊരു പ്രസരിപ്പുള്ള പെൺകുട്ടിയായിരുന്നു, എന്ത് പറ്റി നിനക്ക്? അത് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നരകത്തിലാണ്, ദുരിതമാണ്, വലിയ യാതനയാണ്. എന്തു പറ്റി? അതേ, ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പോലും അനുവാദമില്ല, ഞങ്ങൾക്കൊരു മുറിയിൽ കിടക്കാൻ പാടില്ല, ഞങ്ങളൊരു കട്ടിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കില്ല, ഞങ്ങളെവിടെയെങ്കിലും യാത്ര പോകുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. എന്താ ചെയ്യുക? ഒരിക്കൽ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. എന്തിനാ കുറവ്? ഒന്നിനും കുറവില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊന്നാന്തരം വീടുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷേ സമാധാനം മാത്രമില്ല. ഡോക്ടർ ചോദിച്ചത്, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാണ്? അവൾ പറഞ്ഞു, ഡോക്ടറെ ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഡോക്ടർ വിചാരിച്ചാൽ സാധിക്കും. എന്താ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ അമ്മയെ ഒന്ന് വകവരുത്തി തരണം. ശോ, നീ എന്താ അക്രമമായി പറയുന്നത്? അമ്മയെ കൊല്ലാനോ? ഡോക്ടറെ പെട്ടെന്ന് കൊല്ലണ്ട, എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് കുറേശ്ശെയായിട്ട് അല്പാൽപമായിട്ട് അമ്മ മരിക്കുന്നതിനുള്ള ഒരു മരുന്ന് ഡോക്ടർ ചെയ്തു തരണം. ഒരു 4-5 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട്. ഡോക്ടർ ആലോചിച്ചു, എന്തു ചെയ്യും? ഒരാളെ കൊല്ലുന്ന കാര്യമല്ലേ? ഡോക്ടർ പറഞ്ഞു, നീ എന്താ ഈ പറയുന്ന? ഒരാളെ കൊല്ലുന്ന കാര്യമല്ലേ? നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവില്ലേ? ഇല്ല ഡോക്ടറെ, അതറിയരുത്, ഇങ്ങനെ ഒരു മരുന്ന് കൊടുത്തതായിട്ടോ അതൊന്നും അറിയരുത്, ഞാൻ രഹസ്യമായിട്ട് കൊടുത്തോളാം. അമ്മയ്ക്ക് ചായ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഞാൻ കൊടുത്തോളാം. അല്പാൽപ്പം കൊടുക്കത്തക്കവണ്ണം. ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർക്ക് പിടികിട്ടും. ഡോക്ടർ അവസാനം കുറച്ച് മരുന്ന് കൊടുത്തു. ഒരു കാര്യം ചെയ്യണം, പുറത്താരും അറിയരുത്, നീ ഇത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. ഭക്ഷണത്തിൽ ഇത് ഇട്ട് കൊടുത്തുനിന്ന് ആരും അറിയരുത്. നീ അത് ഭക്ഷണത്തിൽ കലർത്തി എപ്പോഴെങ്കിലും ഓരോ ദിവസം തോറും കൊടുത്തുകൊള്ളണം. അവൾക്ക് ഒരു മടിയുണ്ടായില്ല. അവൾ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു കാര്യം, ഏതായാലും ഒരു 6 മാസത്തിനകം അമ്മ മരിക്കും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, 6 മാസത്തേക്ക് സഹിച്ചാൽ മതിയല്ലോ. അമ്മ എന്ത് പറഞ്ഞാലും നിൻ്റെ മുഖം പ്രസന്നമായിരിക്കണം, മിണ്ടരുത്. സന്തോഷത്തോടെ നീ അമ്മയെ അങ്ങ് സ്നേഹിക്കണം. ഈ 6 മാസം എത്രത്തോളം നിനക്ക് സ്നേഹിക്കാമോ അത്രത്തോളം സ്നേഹിക്കണം. എത്രത്തോളം അമ്മയ്ക്ക് സഹായം ചെയ്യാമോ അത്രത്തോളം അമ്മയ്ക്ക് സഹായം ചെയ്യണം. എത്രത്തോളം ഉപകാരം ചെയ്യാമോ അത്രത്തോളം ഉപകാരം ചെയ്യണം. നീ അമ്മയെ നിൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. അതുപോലെ നിൻ്റെ അമ്മയെ നീ സ്നേഹിക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. അവൾ മരുന്ന് കൊടുത്തു.
എന്തൊരു നല്ല പെരുമാറ്റം! ഇവളമ്മയെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി, അമ്മയുടെ കാര്യം അന്വേഷിക്കാൻ തുടങ്ങി, അമ്മയുടെ വസ്ത്രത്തിൻ്റെ കാര്യം, അമ്മയുടെ മുടി ചെയ്യുന്ന കാര്യം, അമ്മയുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം എല്ലാം ഈ മോൾ വലിയ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ നോക്കുകയാണ്, അന്വേഷിക്കുകയാണ്. മധുരമായിട്ട് സംസാരിക്കൂ. അപ്പോഴും അമ്മായിയമ്മ ദേഷ്യപ്പെടും. പക്ഷേ എന്ത് ദേഷ്യം വന്നാലും ഇവളെ മധുരമായ വാക്കുകൾ, വളരെ സൗമ്യമായ പെരുമാറ്റം, എന്തൊരു സ്നേഹം! അമ്മായിയമ്മ ചോദിച്ചു, എന്തൊരു മാറ്റം എൻ്റെ മോൾക്ക്, എന്തൊരു മാറ്റം! അടുത്ത വീട്ടിൽ വരുന്നവരോടൊക്കെ അമ്മായിയും പറഞ്ഞു തുടങ്ങി, കേട്ടോ എൻ്റെ മോള് ആൾ മാറി കേട്ടോ, ഇപ്പോൾ അവൾക്കൊരു പരാതിയില്ല, ഒരു പരിഭവമില്ല, വഴക്കുമില്ല, എന്ത് നല്ല സ്നേഹം. മറ്റത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ മുഖം വീർപ്പിച്ച് കഴിഞ്ഞു, ഭയങ്കര പിണക്കം, എന്തൊരു സ്വഭാവമായിരുന്നു, അയ്യോ വഹിക്കാൻ വയ്യായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ, അവൾക്ക് മുഖത്ത് വാട്ടവുമില്ല, എപ്പോഴും പ്രസന്നത, എപ്പോഴും സന്തോഷം, അവളെ സ്നേഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എന്നെ കരുതുന്നൊരു മോളെ കിട്ടിയല്ലോ, ഭാഗ്യമായിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് നിർഭാഗ്യമായിപ്പോയി ഇവൾ കയറി വന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊരു മോളെ എനിക്ക് കിട്ടിയത് മഹാഭാഗ്യം, ദൈവം വരെ തന്ന മോളാണ്. ഇങ്ങനെ ഓരോരുത്തർ പറയുകയാണ് അമ്മയമ്മ. ഇതെവളും കേൾക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, അമ്മായിയമ്മ ഇവളെ പ്രശംസിക്കാൻ തുടങ്ങി. വരുന്നവരോടെല്ലാം ഇവളുടെ കാര്യമേ പറയാനുള്ളൂ, ഏതാണ്ട് വാദോരാതെ ഇവളെക്കുറിച്ച് നന്മകളാണ് പറയുന്നത്. ഇവൾ ഓർത്തു, കഷ്ടമായി പോയല്ലോ, അമ്മയമ്മ 6 മാസം കൊണ്ട് മരിച്ചു പോകുമല്ലോ, എന്ത് ചെയ്യും? ഇവൾ വേഗം ഓടി ഡോക്ടറെ അടുക്കലേക്ക്. ഡോക്ടറെ, ആ മരുന്ന് കൊടുക്കാൻ നിർവാഹമില്ല, മറുമരുന്ന് വല്ലെങ്കിലും തരണം, അമ്മായിയമ്മ മരിക്കണ്ട. അതെന്ത് പറ്റി? അതേ ഡോക്ടറെ, അമ്മയുടെ സ്വഭാവം മാറി, ഇപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇപ്പോൾ എന്നോട് വലിയ ഇഷ്ടമാണ്. ഡോക്ടറെ, എന്തെങ്കിലും മറുമരുന്ന് തരണം അമ്മായിയമ്മ മരിക്കാതിരിക്കാൻ. ഇപ്പോൾ ഇത്രയും നാൾ മരുന്ന് കൊടുത്തുപോയി. ഡോക്ടർ പയ്യെ പുഞ്ചിരിച്ചു. പേടിക്കണ്ട, അതേ ഞാൻ തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സാണ്, വേറെ അപകടമുള്ളതൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. അതെന്താണെന്നറിയാമോ? പ്രശ്നം അമ്മായിയമ്മയുടെ അല്ലായിരുന്നു, നിൻ്റെ ആയിരുന്നു. നിൻ്റെ പ്രതികരണത്തിലാണ് പ്രശ്നം. നിൻ്റെ പ്രശ്നം മാറിയപ്പോൾ അമ്മായിയമ്മയുടെ പ്രശ്നം മാറി, നിൻ്റെ സ്വഭാവം മാറിയപ്പോൾ അമ്മായിയമ്മയുടെ സ്വഭാവം മാറി. അഥവാ അമ്മായിയമ്മയുടെ സ്വഭാവം മാറിയില്ലെങ്കിലും നിൻ്റെ സ്വഭാവം മാറിയപ്പോൾ നിനക്ക് സമാധാനം കിട്ടി. നിൻ്റെ അസ്വസ്ഥതയ്ക്കും അസമാധാനത്തിനും കാരണം നിൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല, നിൻ്റെ ഹൃദയത്തിൽ ഐക്യത്തിനുള്ള വാഞ്ചയുണ്ടായിരുന്നില്ല. നീ നിന്നെ തന്നെ സ്നേഹിച്ചു കൊണ്ടിരുന്നു, അമ്മായിയമ്മയെ സ്നേഹിച്ചില്ല. ഇങ്ങോട്ട് വൈരാഗ്യത്തോടെ പെരുമാറിയാലും അങ്ങോട്ട് സ്നേഹിക്കൂ, കാണാം അമ്മായിയമ്മയുടെ സ്വഭാവം മാറിയത് നീ കണ്ടല്ലോ. അതുകൊണ്ട് മോളെ, നീയായിരുന്നു പ്രശ്നം, നിൻ്റെ സ്വഭാവമായിരുന്നു പ്രശ്നം. പെൺകുട്ടിക്ക് മനസ്സിലായി. അവൾ ആൾ മാറി, ആ കുടുംബം അനുഗ്രഹമായി, സമാധാനമായി. ഇപ്പോൾ അമ്മയും മോളും വളരെ സ്നേഹമായി സന്തോഷമായി കഴിയുന്നു. ഇതൊരു ഉദാഹരണ സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഈ മരുമോള് രൂത്ത് നവമിയോട് പറഞ്ഞു, അമ്മയെ ഞാൻ വിട്ടുപിരിയില്ല, അമ്മയ്ക്ക് ഒരു വിശ്രമം, അമ്മയ്ക്ക് ഒരു തണൽ, അമ്മയ്ക്കൊരു സഹായം ഈ ഉള്ളവൾ തരും. അതാണ് പറഞ്ഞത്. അതിന് അങ്ങനെ പറഞ്ഞപ്പോൾ വന്ന പ്രതികരണം നോക്കൂ. 1-ാം അധ്യായത്തിൽ കരഞ്ഞ് നെടുവീർപ്പിട്ട് വിതുമ്പിക്കൊണ്ടിരുന്ന നവമി ഇപ്പോൾ പറയുന്നു, മോളെ ഞാൻ നിനക്കൊരു വിശ്രമസ്ഥലം അന്വേഷിക്കണ്ടേ. എന്തൊരു മാറ്റം! ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ ഏങ്ങലടിച്ചുകൊണ്ടിരുന്ന നവമി ഇപ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഞാൻ വിശ്രമസ്ഥലം അന്വേഷിക്കണ്ടേ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നമ്മിൽ വരുന്ന മാറ്റം മറ്റുള്ളവരെ സ്വാധീനം ചെയ്യും. ഒരു വീട്ടിൽ ഒരാൾ ക്രിസ്തു ഉള്ളവനായി നിൽക്കൂ, ഒരാൾ യേശുവിനെ ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിൽക്കൂ. ഒറ്റയ്ക്കൊരാൾ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മോളാകട്ടെ, മോനാകട്ടെ, ഒരാളെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നിൽക്കൂ, ക്രിസ്തുവിൻ്റെ അതേ ഛായ പ്രാപിച്ച് നിൽക്കൂ, ക്രിസ്തുവിൻ്റെ അതേ പ്രതിബിംബമായി നിൽക്കൂ. കാണാം മാറ്റം വരുന്നത്, കാണാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുന്നത്. ഒരുപക്ഷെ അന്തരീക്ഷം മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന സഹിച്ചും കഷ്ടത സഹിച്ചും യാതന സഹിച്ചും കുറ്റമറ്റ് തെറ്റുപറ്റാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിത്യനായ ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരും, നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം സ്വർഗമായി തീരണ്ടേ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബം സ്വർഗമായി തീരണ്ടേ? സ്വർഗീയ സന്തോഷം നമുക്ക് വേണ്ടേ? സ്വർഗീയ സമാധാനം നമുക്ക് വേണ്ടേ? നമ്മുടെ കുടുംബത്തിൽ ഐക്യം പുലരണ്ടേ? നമ്മുടെ കുടുംബത്തിൽ സമാധാനം വളരണ്ടേ? നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം പുലരണ്ടേ? നമ്മുടെ കുടുംബം സ്വർഗസമാനം സ്നേഹവും സന്തോഷവും തിങ്ങുന്നതായി തീരണ്ടേ?
അമ്മായിയമ്മ ചോദിക്കുകയാണ്, മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? അഞ്ചാമത്തേത് നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. നീയോ, ദാനിയേലിനോട് പറയുകയാണ്, ഇപ്പോഴോ ദാനിയേലേ നീ പൊയ്ക്കോ, നിൻ്റെ വേല തീർന്നു, നിന്നെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ച ശുശ്രൂഷ തീർന്നു. സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ്, ഇപ്പോഴോ ദാനിയേലേ നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, പൊയ്ക്കോ, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. എന്തൊരു ആശ്വാസപ്രദമായ വാക്കുകൾ! സ്വർഗത്തിൽ ദൈവം തൻ്റെ പ്രിയ പുരുഷനോട് ദൈവം കൽപ്പിക്കുന്ന വാക്ക് നോക്കൂ. ഏതാനും അധ്യായം മുൻപ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടത്, ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട, നീ ബലപ്പെട്ടിരിക്കുക, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. ദൈവം ഏറ്റവും പ്രിയപുരുഷ എന്നാണ് ദാനിയേലിനെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വിശ്വസ്തനും വിശുദ്ധനുമായ ദാനിയേലിനെ ദൈവം തൻ്റെ പ്രവാചകനാക്കി, ദൈവം തന്നെ ദീർഘദർശിയാക്കി, ദൈവം അനുഗ്രഹിച്ചു, ദൈവം ഉയർത്തി, ദൈവം വളർത്തി, ദൈവം പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിച്ചു. ദൈവം ദാനിയേലിനെ കൊണ്ട് വൻ കാര്യങ്ങൾ നിവർത്തിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിൻ്റെ പ്രവചനാത്മാവിൽ ദൈവം പറഞ്ഞു കൊടുത്തു. എല്ലാം ഫലമേൽപ്പിച്ചു, ശുശ്രൂഷ തികച്ചു. ഇപ്പോൾ നിനക്ക് വിശ്രമിക്കാം. നീയോ ദാനിയേലേ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീയും വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. നീ വിശ്രമിച്ചുകൊള്ളൂ, എന്നാൽ നീ ഇനി എഴുന്നേറ്റ് വരും. പൊടിയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവചനത്തിൽ പറയും, പൊടിയിൽ നിദ്ര കൊള്ളുന്നവരെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വായിക്കാം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായി എഴുന്നേറ്റ് വരും, ഉണർന്നു വരും, ഉയർത്തെഴുന്നേറ്റ് വരും. ചിലരോ നിത്യലജ്ജയ്ക്കായി, നിത്യനിന്ദയ്ക്കായി, നിത്യയാതനയ്ക്കായി, നരകത്തീയിലേക്കായി എഴുന്നേറ്റ് വരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ഒരന്തിമ വിശ്രമം, നിത്യവിശ്രമമല്ല, ഒരന്തിമ വിശ്രമം. എല്ലാ മനുഷ്യനുണ്ട് ഒരു അന്തിമ വിശ്രമം. ഈ ഭൂമിയിലെ ക്ലേശങ്ങൾ തീരുന്നു, ഈ ഭൂമിയിലെ യാതനകൾ തീരുന്നു, ഈ ഭൂമിയിലെ അധ്വാന ഭാരങ്ങൾ തീരുന്നു, ഈ ഭൂമിയിലെ ദുരിതങ്ങൾ തീരുന്നു, ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ തീരുന്നു, ഈ ഭൂമിയിലുള്ളതെല്ലാം തീരുന്നു. എല്ലാം പിന്നിലേക്ക് മറഞ്ഞു പോകുന്നു. കഴിഞ്ഞ ജീവിതത്തിലെ ഓരോ ഏടുകൾ ഇങ്ങനെ മറഞ്ഞങ്ങ് പോവുകയാണ്. ആയുസിൻ്റെ പഴയകാല ഏടുകൾ ഒന്നൊന്നായി പിന്നിലേക്ക് മാഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദാനിയേൽ ദൈവത്തിൻ്റെ വേല ചെയ്തു. സഭാപ്രസംഗി പറയും, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. സ്തോത്രം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. രാവിലെ വിതച്ച് തുടങ്ങിക്കൊള്ളൂ. ബാല്യകാലത്ത് തന്നെ ദൈവവേല ചെയ്തുകൊള്ളൂ. ബാല്യത്തിലെ മാനസാന്തരപ്പെട്ടുകൊള്ളൂ. ബാല്യത്തിലെ മനം തിരിഞ്ഞുകൊള്ളൂ. ബാല്യത്തിലെ ക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊള്ളുക. ബാല്യത്തിൽ തന്നെ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കൊള്ളുക. ബാല്യത്തിൽ തന്നെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു കൊള്ളുക. എന്നിട്ടോ ബാല്യത്തിലെ നിൻ്റെ വേല ചെയ്യുക, യേശുവിൻ്റെ വേല ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. വൈകുന്നേരത്തും നീ വിശ്രമിക്കാൻ നേരം നോക്കരുത്. വൈകുന്നേരമായി ഇനി വയ്യായെന്ന് പറയരുത്. നീ പ്രാർത്ഥിക്കുമായി വയ്യായെന്ന് പറയരുത്. വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കുക. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവന് എന്തൊരു സമാധാനത്തോടെയുള്ള അന്ത്യമാണ് കിട്ടുന്നത്. എന്ത് ആശ്വാസപൂർവമായ അന്ത്യം. ദൈവത്തിന് സ്തോത്രം. വിത്ത് ചുമന്ന് കരഞ്ഞും വേദച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വേദച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. ഇന്ന് കരഞ്ഞ് വിതയ്ക്കാം, നാളെ ആർപ്പോടെ മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കരഞ്ഞ് വിതച്ചുകൊണ്ട് അധ്വാനിക്കാം. നാളെ നിനക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്തോത്രത്തിൻ്റെ ആർപ്പോടെ, സ്തോത്രത്തിൻ്റെ ആരവാരത്തോടെ, സ്തുതിയുടെ നിർഘോഷത്തോടെ നിനക്ക് നാളെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാം. നിനക്ക് എഴുന്നേറ്റ് വരാം. ഇപ്പോഴോ ദാനിയേലേ, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നീ
പൊയ്ക്കൊള്ളുക, ഇപ്പോൾ നീ പൊയ്ക്കോ, വേല തീർന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കറിയാം സെൻറ്റ് പോൾ, അപ്പോസ്തലനായ പൗലോസ് അവസാനത്തെ ലേഖനത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. ഞാൻ നല്ല പോരാട്ടം പോരാടി, എൻ്റെ നിര്യാണ കാലം അടുത്തു. ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. ഞാൻ നല്ല പോരാട്ടം പോരാടി, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് തോന്നുന്നോ ഓട്ടം ഓടാൻ ആഗ്രഹമുണ്ടോ? വേല തികച്ചോ അതോ വേല തുടങ്ങിയോ? ദൈവത്തിന് സ്തോത്രം. വേല പൂർത്തീകരിച്ചോ അതോ ഇന്ന് തുടങ്ങിയിട്ടില്ലേ? ഞാൻ നല്ല പോരാട്ടം പോരാടി. അപ്പോസ്തലനായ പൗലോസ് റോമൻ ജയിലിൽ കിടക്കുകയാണ്. റോമൻ ജയിലിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലൻ മനസ്സിലായി കഴുത്ത് വെട്ടി കൊല്ലുമെന്ന് ഉറപ്പായി. ഇനി അധികം നാളുകളില്ല എന്ന്. രക്തസാക്ഷിയായി മരിക്കാൻ പോവുകയാണ്. അപ്പോസ്തലൻ നല്ല സമാധാനത്തോടെ തൻ്റെ പ്രിയ ശിഷ്യനായി തീമോത്തിയോസിന് ലേഖനം എഴുതുകയാണ്. അന്ന് തീമോത്തിയോസ് എഫേസോസിൽ ബിഷപ്പാണ്. എഫേസോസിലെ ബിഷപ്പായി തീമോത്തിയോസ് വാഴുകയാണ്. അവിടെ അനേകം ആത്മീയ വേലകൾ ചെയ്ത് അവിടെ അനേക ഇടയന്മാരെയും അനേകം ശമ്മാശന്മാരെയും അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി അവരെ സമർത്ഥമായി ശുശ്രൂഷ പരിമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തീമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു എഴുത്ത് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എന്നെ കൊല്ലും. ഞാൻ നല്ല പോരാട്ടം പോരാടി, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എൻ്റെ സഹോദരങ്ങളെ, നമുക്കെല്ലാം ഉണ്ട് ഒരു അന്തിമ വിശ്രമം, മരണമെന്ന വിശ്രമം. ഒരു ദിവസം ഞാനും ചെല്ലും, നിങ്ങളും ചെല്ലും വിശ്രമസ്ഥലത്തേക്ക്. മരണമെന്ന വിശ്രമം. നമ്മളെല്ലാം ഒരു ദിവസം ആ വിശ്രമസ്ഥലത്ത് എത്തിച്ചേരും. അവിടെ നാം ചെല്ലും, ആ വിശ്രമസ്ഥലത്ത് നാം എത്തും. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുഖശോഭയോടെ നിൽക്കുമോ? മുഖപ്രസന്നതയോടെ നിൽക്കുമോ? രാജാധിരാജൻ്റെ അരുമകരങ്ങൾ നമ്മെ സ്വീകരിപ്പാൻ കരനീട്ടി നിൽക്കുന്നത് നാം കാണുമോ? ബെയൂല നാട്ടിൽ യോർദാൻ്റെ കടവിനപ്പുറം രാജാധിരാജൻ തൃക്കരം നീട്ടി തൻ്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിപ്പാൻ നിൽക്കുന്നത് സ്നേഹിത നീ കാണുമോ? മകളെ നീ കാണുമോ? ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതം നഷ്ടമാണ്, തീരാ നഷ്ടമാണ്, തിരുത്താനാവാത്ത നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുരാജൻ കരം നീട്ടി നിൽക്കും. നിന്നെ അവൻ സ്വീകരിക്കും. മാലാഖമാർ ആർപ്പിടും. സ്വർഗം സന്തോഷിക്കും. ഒരു വിശുദ്ധൻ കടന്നു വരുന്നുവെന്ന് അന്ന് ജീവനുള്ള ക്രിസ്തു സാക്ഷിക്കും. ഒരു വിശുദ്ധൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിശ്വസ്ത പുരുഷൻ കടന്നു വരുന്നു. എന്നിട്ട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. സ്തോത്രം. എന്താണ് ഈ കേൾക്കുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അന്തിമ വിശ്രമം. ഇന്ന് കർത്താവ് നമ്മെ നോക്കി പറയുമോ, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. സ്നേഹിത, നിൻ്റെ കാപട്യം മാറിയോ? നിൻ്റെ അശുദ്ധി മാറിയോ? നിൻ്റെ ദുരാഗ്രഹം മാറിയോ? നിൻ്റെ ദ്രവ്യാഗ്രഹം മാറിയോ? നിൻ്റെ സ്വാർത്ഥത മാറിയോ? നിൻ്റെ ജഡസ്നേഹം മാറിയോ? നിൻ്റെ തന്നിഷ്ടം മാറിയോ? നിൻ്റെ അനുസരണക്കേട് മാറിയോ? വചനത്തോടുള്ള നിൻ്റെ വിരക്തി മാറിയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ ചിന്തിക്കൂ, നീ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ അതോ കുടുംബത്തിന് ശാപമാണോ? നീ കുടുംബത്തിൽ മുള്ളാണോ അതോ കുടുംബത്തിൽ മാധുര്യം പകരുന്ന അനുഗ്രഹീത വിഭവമാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ ചിന്തിക്കൂ. നിനക്ക് ഇന്ന് തിരിയാം. ഇന്ന് വേണമെങ്കിൽ നിനക്ക് മനം തിരിയാം. യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിന്നെ സ്വീകരിപ്പാൻ നിൽക്കുകയാണ്. ഇപ്പോഴോ ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക. അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. നിനക്ക് ഞാൻ ഷെയർ കരുതിയിട്ടുണ്ട്. ഒരു ഷെയർ നിനക്ക് തരാം. അത് നിനക്ക് തരാനായി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വത്തിൻ്റെ ഒരു ഷെയർ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അപ്പൻ്റെ സ്വത്തിൻ്റെ ഷെയർ മക്കൾക്കാണ്. നീ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. സ്നേഹിതരെ, ഈ ഓഹരി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അവൻ നമുക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. മനോഹരദേശത്ത് അളവ് നൂൽ വീണു.
ഒരു ഓഹരി ഇതാ നമുക്ക് കരുതി വെച്ചിരിക്കുന്നു. അളവ് നൂൽ കൊണ്ട് നമുക്ക് അളന്ന് തിരിച്ച് ഒരു ഓഹരി വെച്ചിരിക്കുന്നു സ്വർഗീയ കനാനിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ സമർപ്പിക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കൂ, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ, സമാധാനം അനുഭവിക്കൂ, അന്തിമ വിശ്രമത്തിന് വേണ്ടി വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കൂ. അന്തിമ വിശ്രമം സമാധാനത്തിന് വിശ്രമമാകുവാൻ വേണ്ടി ഇന്ന് ഒരു വിശുദ്ധനാകുവാൻ നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അന്തിമ വിശ്രമത്തിലേക്ക് ഞങ്ങളെ ഒരുക്കുന്നതിന് അവിടുന്ന് അധ്വാനിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ആത്മാവിൽ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുമ്പോൾ, വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ തിരുസന്നിധിയിലേക്ക് പറന്നെത്തുവാൻ അടിയനെയും യോഗ്യനാക്കി തീർക്കണമേ. ഞങ്ങളെല്ലാവരെയും യോഗ്യനാക്കി തീർക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.